നമ്മൾ പോയി മീറ്റ് ചെയ്തിരുന്നു കളങ്കാവലിൻ്റെ സെറ്റിൽ വെച്ചിട്ട്. നമുക്ക് സംസാരിച്ചു. അന്ന് പറയുന്നു കളങ്കാവൽ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പടമാണെന്നൊക്കെ അന്ന് സംസാരിച്ചു. എക്കോയിൽ സൈലൻസ് ഭയങ്കര കുറവാണ്. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഫ്രെയിം ഇറ്റ് സെൽഫ് മ്യൂസിക്കിലാണ് പടം തുടങ്ങുന്നത്. എക്കോ ആണെങ്കിൽ ആ ഒരു ജോഗ്രഫി ഒക്കെ കാണിക്കുമ്പോൾ ഉള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതൊരു ടിബറ്റൻ ഇതാണ്. അപ്പൊ അതിൽ അവരുടെ ഇങ്ങനെ സീസൺസിനൊക്കെ കുറിച്ച് മറ്റേ ഹാർവെസ്റ്റിംഗ് ഇതിനൊക്കെ കുറിച്ചൊരു സംഭവം കണ്ടു. സോ അതെടുത്ത് നമ്മൾ ട്യൂൺ ചെയ്ത് അങ്ങനെ. തിങ്കളാഴ്ച നിശ്ചയം എടുക്കുകയാണെങ്കിൽ അത് തുടങ്ങിയ ആ വീടും ചുറ്റുപാടും ഒരു അമ്പലം ഒരു സൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? പിന്നെ ഒരു ടോൺ സെറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര സംഭവം. അപ്പൊ അതിൽ നിന്ന് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഓഡിയൻസിനെ പടത്തിലോട്ട് ഇന്നാക്കുന്ന ഒരു എലമെന്റ്. പേടിയെല്ലാം ഉണ്ട്, പക്ഷെ വേറെ വിട്ടുപിടിക്കുന്നില്ല. ഞങ്ങള് പ്രൊമോഷനിൽ വെച്ചിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് വിനായകൻ. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി ഭയങ്കര എനർജി ഉള്ള മനുഷ്യനായി. പുള്ളി ഭയങ്കര പ്രൈസ് ചെയ്ത് സംസാരിച്ച പാട്ടുകളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ക്ലാസ് കട്ട് ചെയ്ത് സ്റ്റുഡിയോസിൽ മ്യൂസിക് അസിസ്റ്റ് ചെയ്യാൻ പോയ ഒരാള്, നമ്മളിപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദാണ് നമ്മുടെ കൂട്ടുള്ളത്. വെൽക്കം ടു യെസ് 27. നമുക്ക് ഈ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെന്താണ് ഈ കഥ? ഇത് നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് സീക്രട്ട് ആയിരുന്നു ഇത്. അതങ്ങനെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത് പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്നത് തൃശ്ശൂർ. അപ്പോൾ എൻ്റെ ഒരു കസിൻ റെജുക്ക, പുള്ളി എന്നെ തൃശ്ശൂർ വർണ്ണം ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് പറവട്ടാനിയിൽ 2003 അപ്പം അന്നിങ്ങനെ ഭയങ്കര പ്രാന്താണ് മ്യൂസിക്. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ പഠിച്ചു തുടങ്ങിയിരുന്നു ഈ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് പുള്ളി എന്നെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് അന്ന് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന കുറേ കോമ്പോസിഷൻസ് ഒക്കെ കേൾപ്പിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർക്ക്. അപ്പം എൻ്റെ അടുത്ത് അവിടുത്തെ മാനേജർ ഉണ്ട് സ്റ്റുഡിയോൻ്റെ, മുസ്തഫക്ക, എൻ്റെ ഒരു മെൻറ്ററാണ് പുള്ളി. അപ്പോൾ പുള്ളിയെ പറഞ്ഞു, നീ ഇടയ്ക്ക് വന്ന് കാണാൻ, ഇവിടുത്തെ വർക്കൊക്കെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അപ്പം അന്നത്തെ അവിടുത്തെ എഞ്ചിനീയർ പോൾ ജി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ് പുള്ളി. കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരം അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങും. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ വർണ്ണം ഡിജിറ്റലിലായിരുന്നു കുറേ കാലം ലൈഫ്. അതൊരു വർഷത്തോളം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത്, ഫസ്റ്റ് പീരീഡ് എന്നുള്ളത് പിന്നെ പതുക്കെ പോവാണ്ടായി. വീട്ടിൽ നിന്ന് ക്ലാസ്സിലാന്നും പറഞ്ഞിട്ട് ഇറങ്ങും. അങ്ങനെ തിരിച്ചെത്തിയപ്പോ എന്താ കോളേജ് അവിടെ നിന്ന് മാറിപ്പോയി. അത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ കളങ്കാവൽ വരെ വന്ന് നിക്കണേ. മമ്മൂക്ക കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയണ്ടായിരുന്നു, മ്യൂസിക് കളങ്കാവലിൽ ഒരു ക്യാരക്ടറാണെന്ന്. അപ്പൊ മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് എന്താ പറഞ്ഞു, ഫസ്റ്റ് ഒരു അഭിപ്രായം എന്തായിരുന്നു മ്യൂസിക് കേട്ടിട്ട്? പുള്ളി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതുവരെ പുള്ളിക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എൻ്റെ അടുത്ത് നേരിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ടീമിന്ന് ഞാൻ കേട്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. മമ്മൂക്കോട് സംസാരിച്ചോ? ഫസ്റ്റ് ഞാൻ കിഷ്കിന്ത ഇറങ്ങിയിട്ട് ഇങ്ങനെ സുനിൽ സിംഗ് ആണ് വിളിക്കുന്നത്, മമ്മൂട്ടി കമ്പനീൻ്റെ ലൈൻ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മൾ പോയി മീറ്റ് ചെയ്തിരുന്നു കളങ്കാവലിൻ്റെ സെറ്റിൽ വെച്ചിട്ട്. നമുക്ക് സംസാരിച്ചു. അന്ന് പറയുന്നു കളങ്കാവൽ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പടമാണെന്നൊക്കെ അന്ന് സംസാരിച്ചു. പിന്നെ രേഖാചിത്രത്തിലും അതെ ഉണ്ടായിരുന്നല്ലോ. രേഖാചിത്രം പുള്ളിയുടെ ഒരു ഓറ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പോലും എന്നാലും ആ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു പടം. ഫുൾ ത്രൂ ഔട്ട് ആ ഒരു പ്രസൻസ് ഉള്ള സിനിമയായിരുന്നു. പിന്നെ രേഖാചിത്രം കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു. പുള്ളി നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓ അടിപൊളി. ഫസ്റ്റ് മമ്മൂക്കേനെ മീറ്റ് ചെയ്യുന്നപ്പോഴാണോ? അതെ, കിഷ്കിന്ത കഴിഞ്ഞിട്ട്. ആ ഒരു മൊമെന്റ് ഭയങ്കര സന്തോഷമായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഇതാണ് പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ടൈമാണ്. വിനായകൻ ചേട്ടനാണെങ്കിലും പൊതുവെ ഇപ്പം മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ വിനായകൻ ചേട്ടനും പറയുണ്ടായിരുന്നു, ഈ പാട്ടുകൾ ഇറങ്ങിയ പിന്നെ ഞാൻ റിപ്പീറ്റ് മോഡാണ്, ഫുൾ ടൈം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, ഈ പാട്ടിനെ കുറിച്ച് തന്നെയാണ് എപ്പോഴും ജിതിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. വിനായകൻ ചേട്ടന്റെ ഫസ്റ്റ് ഒരു എന്താ ആദ്യം പറഞ്ഞേ? ഞങ്ങള് പ്രൊമോഷനിൽ വെച്ചിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് വിനായകൻ ചേട്ടൻ. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി ഭയങ്കര എനർജി ഉള്ള മനുഷ്യനാണ്. അപ്പോൾ പുള്ളി ഭയങ്കര
പ്രൈസ് ചെയ്ത് സംസാരിച്ച പാട്ടുകളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ജിതിൻ ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ ഫസ്റ്റ് ടൈം. അതെ, ടൈറ്റിൽ ട്രാക്ക് ചെയ്തേക്കുന്ന ജിതിന, ഒരു ഇംഗ്ലീഷ്. അപ്പൊ ജിതിൻ പറഞ്ഞു ഇങ്ങനെ മുജീബും ഹെൽപ്പ് ചെയ്തോണ്ടാണ്. പുള്ളി ആക്ച്വലി നമ്മള് ടൈറ്റിൽസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ കേട്ട് നോക്കി പറഞ്ഞ പരിപാടി കൊള്ളാം, കാരണം പടവുമായിട്ട് നല്ല ജെല്ലി നിൽക്കുന്നുണ്ട്. അപ്പോൾ ട്യൂൺ നമ്മളെടുത്തു, നമ്മുടെ ടീം തന്നെയാണ് അത് പ്രോഗ്രാമിങ്ങും പരിപാടികളൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തത്. ഇപ്പൊ സാധാരണ ഇപ്പൊ ജിതിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ഒരു റെഫറൻസ് തരും, ലൈക്ക് ഇങ്ങനത്തെ മ്യൂസിക് എന്ന് പറയൂ. അത് അവരെന്താ ഉദ്ദേശിക്കണേ എന്നുള്ള ആക്ച്വലി നമ്മൾ ക്രാക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ റെഫറൻസ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിൽ, ചിലർക്ക് ചിലപ്പോൾ അങ്ങനത്തെ മൂഡ് തന്നെ വേണ്ടി വരുമായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ അതിലത്തെ എന്തെങ്കിലും എലമെന്റ്സ് ആയിരിക്കും അവർക്ക് കൂടുതൽ. അപ്പൊ അത് എന്താണെന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് ക്രാക്ക് ചെയ്യാനായിട്ട്. സോ വൺസ് അത് നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. മ്യൂസിക് ഡയറക്ടറും കൂടെ ഒരു പോയിന്റിലോട്ട് എത്തുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ കളങ്കാവലിന് അങ്ങനെ ഒരു റെഫറൻസ് ഇല്ല, അങ്ങനെ റെഫറൻസ് ഒന്നും ഉണ്ടായില്ല. ലൈക് പറയാണ് ഒരു റെട്രോ സ്റ്റൈൽ പിടിക്കണം. റെട്രോ സ്റ്റൈൽ നമ്മൾ കൂടുതൽ പിടിച്ചേക്കുന്ന പാട്ടില്ല. സോ അത് അതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ ഇങ്ങനെ കുറെ തമിഴ് പാട്ടുകൾ കേൾക്കുന്ന, സോ അത് ആദ്യം ഒരു റൈറ്റ്സ് മേടിക്കാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനത്തെ ഒരു വിന്റേജ്, കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു സോണാണ്, കാരണം ചെറുപ്പം പോലെ ഇപ്പൊ കേട്ട് വളർന്നേക്കുന്ന അങ്ങനത്തെ ട്രാക്ക്. അപ്പോൾ പിന്നെ ഇപ്പോഴും അങ്ങനത്തെ സൗണ്ട് ഇല്ല, മിസ്സിംഗ് ആണ്. ശരിയാ, അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുന്നത് അതിലൊരു പാട്ട് ഉണ്ടാക്കുന്നതിന് പകരം അതിലത്തെ ഒരു ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ട ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ടഫ് അല്ലേ? ടഫിന്റെ അല്ല, അത് കുറച്ചും കൂടെ ജിതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അതിൽ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എനിക്കും ഈസിയാണ് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ള പുള്ളിയും ഹാപ്പി ആയിരുന്നു. അത് ജിതിനും മുജീബും തമ്മിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ് എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട്? ഭയങ്കര ചിൽഡായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. എപ്പോഴെപ്പോഴും കേൾപ്പിക്കോ അല്ലെങ്കിൽ ഇതിൽ റീവർക്ക് ഒക്കെ വന്നിരുന്നോ? അഡീഷണൽ ലെയേഴ്സ് ആഡ് ചെയ്യലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു റിജക്ഷൻ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സാധനം ചെയ്തിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ടില്ല. സോ എന്തെങ്കിലും കുറച്ചും കൂടെ ആഡ് ഓൺസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പാക്ട്സ് കൂട്ടാം, അല്ലെങ്കിൽ ഇത്രയും ഇമ്പാക്ട് വേണ്ട കുറച്ച് കുറയ്ക്കാം. സോ അങ്ങനത്തെ ഡിസ്കഷൻസ് ആയിരുന്നു. ഇനിയിപ്പോ ഈ പാട്ടുകളുടെ ഒക്കെ ഒരു പ്ലേസ്മെന്റ് എവിടെയാന്നുള്ളതാണ് അത് പടം കാണാൻ വെയിറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് മ്യൂസിക് ഇതിലത്തെ. ഇനിയിപ്പം എക്കോ ഞാൻ കണ്ടു. എക്കോ ആണെങ്കിൽ ആ ഒരു ജോഗ്രഫി ഒക്കെ കാണിക്കുമ്പോ ഉള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ആ ജോഗ്രഫി അത്രയും നമുക്ക് ഇങ്ങനെ രജിസ്റ്റർ ആവാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആൻഡ് മുജീബിന്റെ ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ച ഒരു സംഭവം കുറച്ചും കൂടെ സട്ടിലായിട്ടും പല സ്ഥലങ്ങളിലും ഒരു സൈലൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ ഉള്ള പോലെ സൈലൻസ് ഭയങ്കര റിക്വയർഡ് ആണ്. അപ്പൊ ലൈക്ക് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാനുള്ള ഒരു ഇതെല്ലാം പടത്തിന്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് തന്നെ വെച്ചിരിക്കും. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എക്കോയിൽ സൈലൻസ് ഭയങ്കര കുറവാണ്. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഫ്രെയിം ഇറ്റ് സെൽഫ് മ്യൂസിക്കിലാണ് പടം തുടങ്ങുന്നത്. അത് ഞാനും ബാഹുലായിട്ടുള്ള ഡിസ്കഷനിൽ ഉണ്ടായിരിക്കുന്ന, സോ ബാഹുൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര പുള്ളിക്ക് എന്താ വേണ്ടതെന്നുള്ളത് ബാഹുലും തിരിച്ച് ആയാലും ഭയങ്കര ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഹോളിവുഡ് പടം തുടങ്ങുന്ന പോലെ പ്രൊഡക്ഷൻ്റെ നെയിം കാണിക്കുമ്പോഴേ നമ്മൾ സ്കോറിൽ നിന്നാണ് കയറുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആയിട്ട് നമുക്ക് തോന്നിയിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാം. സോ അങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഈവൻ സൈലൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പടത്തില്. അഗെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നനുസരിച്ച് ഇരിക്കും. ഇപ്പം ഒരു സിനിമ വരുമ്പോൾ അതിന്റെ പാട്ടുകളാണോ അല്ലെങ്കിൽ സ്കോറാണോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക വർക്ക് ചെയ്യാൻ? അത് ചിലപ്പോൾ ഈ ലിപ്സിംഗ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ നേരത്തെ ഷൂട്ടിന് മുന്നേ തന്നെ പാട്ടുകൾ ചെയ്ത് കൊടുക്കും. പിന്നെ അവർക്ക് ഈവൻ ലിപ്സിംഗ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഏകദേശം ഒരു റഫ് നമ്മൾ ചെയ്ത് കൊടുക്കും സോങ്സ്. പിന്നെ ചിലവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു തീം എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ഷൂട്ട് ഏതെങ്കിലും ഒരു സീൻ അവർക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ ഇപ്പം ബാഹുലിന്റെ എടുക്കുകയാണെങ്കിൽ ഒരു ആനിമൽ ട്രയോളജിയാണ്. 3 സിനിമകളിലും കിഷ്കിന്ദ അടക്കം ഒരു ആനിമൽ പ്രസൻസ് ഉണ്ട്. ഇപ്പൊ മുജീബിന്റെ ആണെങ്കിൽ 2 സിനിമ എടുക്കുമ്പോ അങ്ങനെ തന്നെയാണ്. ആനിമൽസ് ഉണ്ട്. പെറ്റ് ഫ്രണ്ട്ലി ആണോ മുജീബ്? പെറ്റ്സ് ഉണ്ടോ വീട്ടില്? ഇപ്പല്ല, എനിക്ക് ആക്ച്വലി 2 നായ്ക്കളുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ഡോഗിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോ അങ്ങനെ നമ്മൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്നത് മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യും? ഇല്ല, ഞാൻ പെറ്റ്സ് ഉള്ള പടം എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം ചോദിക്കുന്നത്
അവരെന്തെങ്കിലും ഉപദ്രവിക്കുന്ന സംഭവങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. ബിക്കോസ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, പോസിബിൾ. സ്റ്റേറ്റ് അവാർഡ്. അതെ അതെ. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ 2 അതെ അതെ, പപ്പിന്റെ എവിടെയൊക്കെ ഒരു കണക്ഷൻ കറങ്ങി തിരിഞ്ഞു വരുമ്പോ. പിന്നെ വേറൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുതിപ്പെന്നും പറഞ്ഞ്. ഓക്കെ. സോ അതും ഈ പറഞ്ഞ പോലെ നായ്ക്കള് തന്നെയാണ്. ലൈഫില് ഡോഗ്സ് ഭയങ്കര മേജർ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കിഷ്കിന്ദകാണ്ഡം ആണെങ്കിൽ ഞാൻ ജമീമയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ജമി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മുജീബാണ് ആ ലിറിക്സ് എഴുതിയത്, ആ ഒരു പാട്ട്. അതെ അതെ. ആ ഒരു പാട്ടിന്റെ ഒരു ഒറിജിൻ എങ്ങനെയാ? അത് ഈ പറഞ്ഞ പോലെ അതിലത്തെ ക്യാരക്ടർ നോർത്ത് ഈസ്റ്റേൺ ട്രാക്സ് കേൾക്കുന്നതാണ്. അപ്പൊ അവിടെ ഒരു പ്ലേലിസ്റ്റ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ച അവരെ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റേൺ ട്രാക്ക് പ്ലേസ് ചെയ്യുന്ന വിചാരിച്ചത്. സോ നമ്മൾ ആ ഏരിയ വിട്ടിട്ട് സ്കോർ ചെയ്തപ്പോഴാണ് ബാഹുൽ പറഞ്ഞല്ല മുജിക്ക നമുക്ക് ഇവിടെ ഒരു ട്രാക്ക് വേണം. ഓക്കെ, അഗെയിൻ നമുക്ക് നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് ഒരു സാധനം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതെ അതെ. അങ്ങനെ നമ്മള് ജെമ്മിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ്, അതൊരു ടിബറ്റൻ ഇതാണ്. അപ്പൊ അതിൽ അവരുടെ ഇങ്ങനെ സീസൺസിനൊക്കെ കുറിച്ച്, മറ്റേ ഹാർവെസ്റ്റിംഗ് ഇതിനൊക്കെ കുറിച്ചൊരു സംഭവം കണ്ടു. സോ അതെടുത്ത് നമ്മൾ ട്യൂൺ ചെയ്ത് അങ്ങനെ. അത് എത്ര നാളത്തെ ഒരു പ്രോസസ് ആയിരുന്നു? അത് വളരെ ഇമ്മീഡിയറ്റ് ആയിരുന്നു. കാരണം ബാഹുലും ദിഞ്ചിയും കിഷ്കിന്ധയുടെ സമയത്ത് ഇവിടെ തന്നെയായിരുന്നു, ഈ ഏരിയയിലൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്ത് കേൾപ്പിക്കും, അത് വർക്കാവുള്ളത് ഞാൻ അപ്പൊ തന്നെ മാറ്റും. എല്ലാം ഭയങ്കര ഇൻസ്റ്റന്റ് പരിപാടികളായിരുന്നു. സോ ഈവൻ എക്കോ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. കിഷ്കിന്ദാണ്ടത്തിന് വേറൊരു ഇൻട്രസ്റ്റെല്ലാർ കണക്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. ആദ്യം ഇൻസ്പയർഡ് ആണോ? ഇല്ല, ആക്ച്വലി ഇൻഡസ്റ്റെല്ലാർ കൂടുതൽ ഇങ്ങനെ സംസാരം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ചർച്ച് ഓർഗന്റെ യൂസേജ് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അത് കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ അതിലത്തെ അജയേന്ദ്രന്റെ ക്യാരക്ടർ, ആസിഫ് അലിയുടെ ക്യാരക്ടർ പുതിയൊരു ഇൻഫർമേഷനാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഇത്രയും നേരം കേൾക്കാത്തൊരു സാധനം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെന്റ് എന്നല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചർച്ച ഓർഗെല്ലാം അങ്ങനെ പോയതാണ്. പുതിയ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? തോന്നിയിട്ടൊന്നും ചെയ്യാറില്ല. ഞാൻ കൂടുതൽ ആ ഒരു ഓർഗാനിക് പ്രോസസ്സ് അങ്ങനെ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ അല്ലേ? എനിക്കിപ്പോ ഒരു പടം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ തുടങ്ങി ഒരു പോയിന്റിലായിരിക്കും അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഒരു ഓർഗാനിക് പ്രോസസ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നു. ഇപ്പം ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കണ്ടേ എനിക്കറിയുള്ളൂ, ഇപ്പം ഒരു ലിറിക്സ് എഴുതിയിട്ട് അത് മ്യൂസിക് ചെയ്യും, അതിന് ട്യൂൺ ചെയ്യുന്നു. ചിലവർ ട്യൂൺ കഴിഞ്ഞിട്ട് പിന്നെ ലിറിക്സ് എഴുതുന്നു. മുജീബ് ഏതാണ് ഫോളോ ചെയ്യുന്നത്? ഞാനിപ്പോ കൂടുതൽ ചെയ്തേക്കുന്നത് ട്യൂൺ ചെയ്തിട്ടാണ് ലിറിക്സ് എഴുതുന്നത്. തിരിച്ചു ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല, എന്റെ ഓർമ്മയിലില്ല. അത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് ചിലപ്പോൾ ആദ്യം അവർക്ക് എന്തെങ്കിലും ഒരു പോയമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വരുമ്പോഴായിരിക്കും കൂടുതൽ അങ്ങനെ വരുന്നത്. ഒരു റെഫറൻസ് വരുമ്പോൾ ഈ പോയം തന്നെ എടുത്ത് മ്യൂസിക് ചെയ്യാനൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ ഈസിയാണ്. അറിയില്ല, മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരിക്കും. ഷോർട്ട് ഫിലിംസിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏത് കൊല്ലം ഫസ്റ്റ് ഷോർട്ട് ഫിലിം ശ്രദ്ധിച്ചു തുടങ്ങിയത്? 2015 ഈ തവിടുപൊടി ജീവിതം, അതുപോലെ ഗ്രേസ് വില്ല, അങ്ങനെയൊക്കെയാണ്. സോ എനിക്ക് തോന്നുന്നു 2012 തൊട്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്തു തുടങ്ങി. എത്ര ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും? ഒരുപാട് ചെയ്തിട്ടില്ലേ? 10-11 ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മൂവീസ് അധികം കൂടുതലായോ? തട്ടുതാണ്. ഞാൻ കൂടുതലും പ്രോഗ്രാമറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഒരു 2008 മുതൽ ഞാൻ കീബോർഡ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അൻവറിൽ ഗോപിച്ചേട്ടൻ്റെ കൂടെ, പിന്നെ അനിൽ ജോൺസൺ, പിന്നെ കന്നഡ ഇൻഡസ്ട്രിയിലായിരുന്നു ഒരു 10 വർഷം ബാംഗ്ലൂർ ആയതുകൊണ്ട്. ഈ ഷോർട്ട് ഫിലിംസിൽ നിന്ന് ഫിലിംസിലേക്ക് വരാൻ അപ്പൊ കുറെ കൊല്ലം എടുത്തു. 2018 ഞാൻ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിലിം ചെയ്യുന്നത്. അപ്പൊ ഗ്രേസ് വില്ല അന്ന് ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പിന്നെ ശബരീഷാണ് എന്നെ ആക്ച്വലി മന്ദാരം ഫിലിമിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശബരീഷൊക്കെ ഞങ്ങള് ചെന്നൈ മുതലുള്ള അൽഫോൺസ്, ശബരീഷ്, ആ ഒരു ഗ്യാങ് അല്ലേ? ഇപ്പോഴും ഉണ്ടാവാറുണ്ടോ ഗെറ്റ് ടുഗദേഴ്സ്? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ശബരീഷായിട്ട് നല്ല മ്യൂസിക്കില്, അതെ അതെ, മ്യൂസിക്കിൽ നമ്മള് ഫ്രണ്ട്സ് ആണോ? ഭയങ്കര നല്ല ഫ്രണ്ട്സ്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഷോർട്ട് ഫിലിം ചെയ്തതൊക്കെ ഒരുമിച്ച് ചെയ്തിരുന്നില്ലേ? പിന്നെ ചെന്നൈയിലുള്ള സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. ചെന്നൈ, ബാംഗ്ലൂര്, കൊച്ചി, തൃശ്ശൂര് 4 കൂടെയാണ്. അപ്പം ഈ പ്ലേസസ്, ഓരോ പ്ലേസസിൽ ചെല്ലുമ്പോൾ നമ്മളുടെ മ്യൂസിക്കിനെ അതെങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യൂ? ലൈക്ക് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ച കുറച്ച് ടേക്ക് അവേസ് ഒക്കെ ഉണ്ടാവില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ബാംഗ്ലൂർ കന്നഡ ഫിലിംസിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു മീറ്ററിങ് ഭയങ്കര ഡിഫറെന്റാണ്. സ്കോറിങ്ങിലൊക്കെ ആയാലും, അതായത് പൊടിക്ക് കൂടുതലാണ് പല കാര്യങ്ങളും.
അതൊരു പ്രോബ്ലം ആയിട്ടല്ല കേട്ടോ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, ഓൺ മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ. സോ അവിടുത്തെ മ്യൂസിക് ടീം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ തമിഴ് പടങ്ങളിലും ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, തെലുഗുവില് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മറാഠി ഫിലിമിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഹിന്ദി ഫിലിം. ഞാൻ ചോദിക്കാൻ വരുന്നു സൗത്ത് ഇന്ത്യ മാത്രമാണോ, അപ്പോഴേക്ക് എത്തി. അപ്പൊ ഇതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. പലരുടെയും ഐഡിയാസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ്. ഇപ്പൊ സ്ഥലത്തിന്റെ ആണെന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ദ പീപ്പിൾ വി മീറ്റ്. ആൻഡ് ഫിലിംസിൽ തന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രേഖാചിത്രമാണെങ്കിലും കിഷ്കിന്ധകാണ്ഡമാണെങ്കിലും ഇപ്പൊ കളങ്കാവലാണെങ്കിലും എക്കോ ആണെങ്കിലും ഒക്കെ ഒരു ത്രില്ലർ, ആ ഒരു ജോണറാണോ ഫേവറേറ്റ്? അല്ലല്ല, ഇപ്പൊ മന്ദാരം പ്യുവർ ഒരു റൊമാൻറ്റിക് മൂവി ആയിരുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നിശ്ചയം അത് വേറൊരു സംഭവമായിരുന്നു. പിന്നെ 1744 വൈറ്റ് ഓൾട്ടോ, അത് കുറച്ചും കൂടെ ഡാർക്ക് ഹ്യൂമർ. ഇതിലെല്ലാം മ്യൂസിക് ഭയങ്കര ജോണർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. സോ ത്രില്ലറിൽ പറഞ്ഞ പോലെ രസമുണ്ട്, ഇഷ്ടമാണ്. അതിലിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് അടുപ്പിച്ച് ഇങ്ങനെ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു സാധനം വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിലെങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഓരോ സിനിമയ്ക്ക് ഓരോ ഡിഫറെന്റ് ടച്ച്. ഇപ്പൊ ധീരനിലെ ലവ് ബൈറ്റ് ഭയങ്കര വൈറലായിരുന്നു. ഈ ഇൻസ്റ്റഗ്രാമിൽ വൈറലാവുന്ന സോങ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം മ്യൂസിക്കിനെ കുറച്ച് വൈറലാക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമില് റീൽസ് വരുമ്പോ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക് റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണ് പാട്ടിന്റെ സക്സസ് എന്നുള്ളത് പറയുമ്പോ എനിക്ക് അറിയില്ല. ഈ തിങ്കളാഴ്ച നിശ്ചയം എടുക്കുകയാണെങ്കിൽ ആ സിനിമയുടെ ഒരു സൗണ്ടിങ് ഉണ്ട്, പേടിയെല്ലാം ഉണ്ട്. പക്ഷെ വേറെ വിട്ടുകൊടുക്കുന്നില്ല. അത് തുടങ്ങി ആ വീടും ചുറ്റുപാടും ഒരു അമ്പലം ഒരു സൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? പിന്നെ ഒരു ടോൺ സെറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര സംഭവം. അപ്പൊ അതിൽ നിന്ന് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഓഡിയൻസിനെ പടത്തിലോട്ട് ഇന്നാക്കുന്ന ഒരു എലമെന്റ്. അപ്പൊ അത് ചിലപ്പോൾ മ്യൂസിക്കിലായിരിക്കാം, സൗണ്ട് എഫക്ട്സ്, സൗണ്ട് ഡിസൈനിങ്ങിലായിരിക്കാം. അങ്ങനെ മലയാളികളാണെങ്കിൽ ഇപ്പൊ കുറേ കൂടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ആക്ടർ മാത്രമല്ല ഇപ്പൊ. പണ്ട് നമുക്ക് ആക്ടേഴ്സിനെ മാത്രമാണ് നോക്കിക്കണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലി ഭയങ്കരമായിട്ട് ഡീകോഡ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രി എന്നല്ലാതെ വേറെ ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും മ്യൂസിക് ലൈക്ക് നമ്മളുടെ ഈ മലയാളം ഈ റീസൺ സിനിമകളുടെ മ്യൂസിക് കേട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം? ഇപ്പോ എക്കോ സന്തോഷ് നാരായണൻ പുള്ളി പോയി പടം കണ്ടിട്ട് വിഷ്ണു ഗോവിന്ദനെ അദ്ദേഹം നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്ത്, അപ്പൊ വിഷ്ണു വരെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പുള്ളി വിളിച്ചിരുന്നു, പറഞ്ഞു ഭയങ്കര അടിപൊളിയുണ്ട്, അപ്പൊ മ്യൂസിക് ഒക്കെ ഭയങ്കരമായിട്ട് പുള്ളി എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്, അറിയില്ല വിളിക്കോന്ന് അറിയില്ല. വിളിച്ച അതൊരു മൊമെന്റ് ആവും. പിന്നെ പുള്ളിയുടെ വർക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഇനിയിപ്പോ 2026 അപ്കമിങ് മൂവീസ് ഉണ്ട്. നമ്മള് ചത്താപ്പച്ച, പിന്നെ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ, പിന്നെ ദിലീപേട്ടന്റെ ഒരു പടം ജഗൻ കൈലാസ്. ഇപ്പൊ ചത്താപ്പച്ചയാണെങ്കിലേ നമ്മള് 90s കിഡ്സിനൊക്കെ ഈ WWE ഭയങ്കര അണ്ടർടേക്കർ ഒക്കെ കാർഡൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടല്ലോ. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ ലൗഡ് ആണ്, ഫൈറ്റർ കുറച്ച് ഹെവി ആണ്. അപ്പൊ അതിന്റെ ഒരു എന്തായിരിക്കും ഒരു ഐഡിയ അല്ല. ഞാൻ ടീസർ ചെയ്തിരുന്നു. ടീസർ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ്. സോങ്സ് ആണെങ്കിൽ ഒരു സിനിമയില് ഇത്ര സോങ്സ് എന്ന് ആദ്യമേ പറയോ? അത് ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ മാറ്റം വരുമോ? മ്യൂസിക്സ് ഒക്കെ ചെയ്തോ? ചിലപ്പോൾ നമ്മൾ സ്കോർ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊരു ഐഡിയ, ഈ ഒരു സീൻ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാക്കിൽ തന്നെ പോയാലോ എന്നൊക്കെ. ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോ ബാക്കി സോങ്സ് കേൾക്കുമോ, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും? ഇപ്പൊ ആക്ച്വലി കേൾക്കല് ഭയങ്കര കുറവാണ്. അത് ഇൻഫ്ലുവൻസിന്റെ ആണോന്ന് അറിയില്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മൾ മ്യൂസിക് ശബ്ദം ഒരുപാട് കേട്ടോണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് മൈൻഡിലോട്ട് സൈലൻസ് കേറിയില്ലെങ്കിൽ പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഇങ്ങനെ വേറെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഒരു ട്യൂൺസ് ഒക്കെ? നമ്മൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്തേ പറ്റും. ഇൻഫ്ലുവൻസ് ചെയ്യും, എന്തായാലും ചെയ്യും. അത് എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിൽ ഇരിക്കണം എന്നുള്ളത്. കൺട്രോളിൽ വെക്കണം. ഒരു AR റഹ്മാൻ ഫാനാണ്, അതുപോലെ തന്നെ ഹാൻസ് സിമ്മർ ഫാനും ആണ്. ഹാൻസ് സിമ്മറിന്റെ ലൈക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതാ ചൂസ് ചെയ്യും? 160 BPM എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്, ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്. അത് ഭയങ്കര ഇഷ്ടമാണ്. കുറെ ഉണ്ട്, അതിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് തിരുട തിരുട ആൽബം ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. കാരണം എനിക്ക് 93-ലാണ് ആൽബം ഇറങ്ങിയത്.
അതിലത്തെ സൗണ്ട് പുള്ളി അന്ന് ചെയ്തേക്കണ ഭയങ്കര മൊത്തം അറേഞ്ച്മെന്റ്സ് ആയാലും മ്യൂസിക് കോമ്പോസിഷൻസിന്റെ ഐഡിയാസ് ആയാലും ഭയങ്കര പൊളിയാണ്. ഏറ്റവും ചെറുതിലെ AR റഹ്മാന്റെ ഏതൊരു പാട്ടായിരിക്കും മനസ്സിൽ കയറി ഉണ്ടാവുക ഇപ്പൊ ഓർക്കും ഏതെങ്കിലും? ചിന്ന ചിന്ന ആസ തന്നെ. അതായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ചിക്ക് ബുക്ക് ഒക്കെ കേട്ട ഓർമ്മ ഉണ്ട് ചെറുപ്പത്തില്. പിന്നെ പുതിയ മുഖത്തിലത്തെ പാട്ടുകള്. അപ്പൊ അത് വെച്ചിട്ടാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള? അല്ല, അന്ന് പാട്ടുകൾ കേൾക്കും വീട്ടിൽ. ഞാൻ പറഞ്ഞ ഫാമിലിയില് മ്യൂസിക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് വീട്ടിൽ. എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയത് 9th പഠിക്കുന്ന സമയത്ത് താലിന്റെ പിന്നെ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആൽബം ഒരു ആൽബം ചെയ്തിരുന്നു. അതിൽ പക്ഷെ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രാക്ക് മാത്രമാണ് അന്ന് അൽഫോൺസ് ഡയറക്ട് ചെയ്തത്. അത് അന്ന് സ്റ്റോപ്പ് മോഷൻ വെച്ചിട്ട് അന്ന് അവൻ ചെയ്തത്. അതെന്നാണ് 2009 എന്തോ ചെയ്ത. അതെ. അപ്പൊ അന്ന് ഈ പ്രേമം ടീം ഫുൾ ഉണ്ടായിരുന്നു. അതില് എല്ലാവരും ഉണ്ടായിരുന്നു. ഷറഫു പ്രേമത്തിന്റെ ഫുൾ ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു ഉണ്ടാവും അല്ലേ? അല്ല, ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ. അപ്പം നമ്മൾക്ക് ഇനി ലുക്കിംഗ് ഫോർവേഡ് ഇന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ ഇന്ന ഡയറക്ടേഴ്സിന്റെ കൂടെ അങ്ങനെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.